ഇന്നും കെട്ടിപ്പിറക്കി എങ്ങോട്ടാന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം തലപോഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ പൊന്നു ദൈവമേ, ഇതുങ്ങളെ സിനിമാ തിയേറ്ററിലാണോ പറ്റിയിട്ടെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഞങ്ങളെ ഹോസ്പിറ്റലിൽ തന്നെയാണ് പറ്റിയിട്ടത്. എന്നെ പാലാ മരീൻ സെൻറ്ററിലും ജസ്റ്റിയ പൊൻകുന്നം KVMSലും. അങ്ങനെ ഞാൻ പതിവ് പോലെ കോഫിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കയറി ചെന്ന് എന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ അവർ നേരത്തെ ഇറക്കി വിട്ടു കേട്ടോ. ഇനി കോഫിക്ക് വേണ്ടി അടി ഉണ്ടാക്കേണ്ടതെന്ന്. ഞാൻ ചെന്നപ്പോൾ അവരോട് വലിയ ക്യൂവിൽ നിൽപ്പുണ്ട്. ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്താണല്ലോ, ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണ്. അങ്ങനെ നമ്മൾ തിയേറ്ററിനകത്തോട്ട് കയറിപ്പോയി. നമ്മൾ സിനിമ തിയേറ്റർ നമ്പർ ഏതാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. തിയേറ്റർ 7-ലായിരുന്നു നമ്മളുടെ മൂവി. അവിടെ കുറേ മലയാളം പടം ഓടുന്നുണ്ടല്ലോ, തിയേറ്റർ ഏതെന്നൊന്ന് കൺഫ്യൂഷൻ അടിച്ചു. അങ്ങനെ തിയേറ്റർ നമ്പർ 7 നമ്മൾ ഫൈനലി കണ്ടുപിടിച്ചു. എൻ്റെ ലക്കി നമ്പറും കൂടെ 7 കേട്ടോ. ഞാൻ ഉണ്ടായതൊരു 7-ആണ്, നവംബർ 7. അങ്ങനെ നമ്മൾ മൂവിക്ക് കയറി. മൂവി ഏതാണെന്ന് പറഞ്ഞില്ലല്ലേ, ജിസ് ജോയുടെ എന്ന് കണ്ടപ്പോഴേ മനസ്സിലായില്ലേ, തലവൻ എന്ന് പറയുന്ന മൂവിയായിരുന്നു. പടം ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അഡാറ് പടം, നല്ല എന്താ ത്രില്ലർ മൂവിയാണ്. എല്ലാവരും കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. ഈ പ്രാവശ്യം പുതപ്പൊക്കെ ജേഡ് കൊണ്ടുപോയെങ്കിലും പുതച്ചത് ഞാനാണ് കേട്ടോ. ചെകുത്താൻ്റെ കാലിലെ നഖമൊന്നും ആരും കമൻ്റ് അടിക്കേണ്ട. അപ്പം ടാറ്റ, ബൈ ബൈ.